അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 154 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 155 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين وأنت خير الغافرين. കഴിഞ്ഞ ആയത്തുകളിൽ എന്തായിരുന്നു വിഷയം? മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം 40 നാളിലേക്ക് അവൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ചില ഫലകങ്ങൾ നേരിട്ട് സ്വീകരിച്ചു. എന്നിട്ടോ തിരിച്ചു വരികയാണ്. പക്ഷെ അപ്പോഴേക്ക് ഇസ്രായേൽ സമൂഹം സീനാ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടുന്ന ഹാറൂൻ അലൈഹിസ്ലാമിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമൂഹം ആകെ അട്ടിമറിഞ്ഞുപോയി. അവരിൽ സാമിരി എന്നൊരു പുരോഹിതൻ പ്രത്യക്ഷപ്പെട്ടു. അയാള് ജനങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അതുപയോഗിച്ചൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിന് പ്രത്യേകമായൊരു ശബ്ദമുണ്ടാക്കി. അങ്ങനെ ആളുകൾ അതിനെ ആരാധിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഗുരുതരമായ ആദർശ ലംഘനം അവരിൽ സംഭവിച്ചു. ഏകദൈവ വിശ്വാസികൾ ഇങ്ങനെ കേവലമായ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നു. സഹോദരൻ ഹാറൂൻ അലൈഹിസ്ലാമിനോട് അങ്ങേയറ്റം കോപിച്ചുകൊണ്ട് പെരുമാറി. തൻ്റെ കയ്യിലുള്ള ഫലകം നിലത്തേക്കിട്ടു. ഇങ്ങനെ പല സംഭവങ്ങൾ നടന്നു. അതിനെ തുടർന്ന് കോപം ശമിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മൂസ അലൈഹിസ്സലാം ആ ഫലകം കയ്യിലേക്കെടുത്തു. അതിലാണെങ്കിൽ ദൈവികമായ മാർഗദർശനവും കാരുണ്യവും ഉണ്ടായിരുന്നു. ഇവിടെയാണ് നാം പറഞ്ഞ് നിർത്തിയത്. ഇനി അടുത്ത ആയത്ത് 155-ാമത്തെ ആയത്ത്. ഇതിനോടനുബന്ധമായി തന്നെ മറ്റൊരു സംഭവം പറയാണ്. മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തിലെ 70 പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായിട്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത സ്ഥലത്ത് ചെന്നെത്തിയ സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. 155-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന. ഇഖ്താറ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. ഇഖ്താറ യഖ്താറു. ആ വാക്കിന്റെ അകത്ത് എന്തുണ്ട്? ഖൈറുണ്ട് അല്ലെ? ഈ ഒഴിവാക്കിയാൽ ഖാ കിട്ടും. പിന്നെ ത ഒഴിവാക്കിയാൽ അവിടെ ഒരു അലിഫും റാവും വരുന്നുണ്ട്. അപ്പൊ അതില് ഇഫ്തഅല
എന്ന മോഡലാണ് ഇഖ്താറ. ഖൈറായതിനെ സ്വീകരിച്ചു, തെരഞ്ഞെടുത്തു എന്നാണ്. ഇതേപോലുള്ള വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചു, ഇസ്തഫ എന്ന് പഠിച്ചില്ലേ? തെരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് അർത്ഥം. അവിടെ സൊഫ ഉണ്ട്. എന്താ സൊഫ? വിശുദ്ധം, വിശുദ്ധമായ തെരഞ്ഞെടുപ്പാണ്. പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇജ്തബ മറ്റൊരു പ്രയോഗമാണ്, തെരഞ്ഞെടുത്തു എന്നതിന് തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം. അപ്പൊ ഇവിടെ ഇഖ്താറ എന്നാണ് ഉപയോഗിച്ചത്, അല്ലെ? നല്ല ഒരു തെരഞ്ഞെടുപ്പാണ്. വഖ്താറ തെരഞ്ഞെടുത്തു മൂസ അലൈഹിസ്സലാം ഖൗമഹു സ്വജനത്തെ, അഥവാ തൻ്റെ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. 70 റജുലൻ പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. ലിമീഖാത്തിന നമ്മുടെ നിശ്ചിത സമയത്തിന് ഹാജരാകാൻ വേണ്ടിയിട്ട്. മീഖാത്ത് നേരത്തെ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. വഖത്ത്, സമയം. മീഖാത്ത് എന്ന് പറയുമ്പോൾ നിശ്ചിത സമയത്തിനും നിശ്ചിത സ്ഥലത്തിനും ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എന്ന് പറഞ്ഞിരുന്നു. നിശ്ചിത സമയവും നിശ്ചിത സ്ഥലവുമാണ്. ഹജ്ജ് നിർവഹിക്കുമ്പോൾ നിശ്ചിത സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം, അതൊരു സ്ഥലമാണ്. ഹജ്ജിന് നിശ്ചിതമായ സമയവും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ രണ്ടിനും മീഖാത്ത് എന്ന വാക്ക് പ്രയോഗിക്കും. മീഖാത്തിന ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നതെന്ന് മനസ്സിലായി, അല്ലെ? നാം നിശ്ചയിച്ച സമയത്തിന് വേണ്ടിയിട്ട്, അഥവാ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി മൂസ അലൈഹിസ്സലാം 70 പേരെ തൻ്റെ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. അങ്ങനെ അവര് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഒരു സംഭവം ഉണ്ടായി. ഫലമ്മ അഖദത്ഹുമുർ റജ്ഫതു, ഫലമ്മ അപ്പോൾ, അഖദ പിടികൂടി എന്നാണല്ലോ അർത്ഥം. അഖദത് ഹും അവരെ പിടികൂടി, അവരെ ബാധിച്ചു. അർ-റജ്ഫ ഒരു പ്രകമ്പനം, ഘോര ശബ്ദം അവരെ പിടികൂടി. എന്നിട്ടോ ഖാല ആ സമയത്ത് മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് ബോധിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? റബ്ബി എൻ്റെ നാഥ, ലൗ ശിഅ്ത നീ ഉദ്ദേശിച്ചുവെങ്കിൽ, ഉദ്ദേശിച്ചു, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അഹ്ലക്തഹും നിനക്ക് ഇവരെ നശിപ്പിക്കാമായിരുന്നല്ലോ. അഹ്ലക യുഹ്ലിക്കു നശിപ്പിച്ചു, മിൻ ഖബ്ൽ നേരത്തെ തന്നെ നശിപ്പിക്കാമായിരുന്നല്ലോ, വ ഇയ്യായ എന്നെയും നശിപ്പിക്കാമായിരുന്നല്ലോ എന്നാ പറഞ്ഞത്. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്? നീ തന്നെ വിളിച്ചു വരുത്തിയതല്ലേ ഞങ്ങളെ, എന്നിട്ട് ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് ഞങ്ങളെ സീനാ മരുഭൂമിയിൽ വെച്ച് അങ്ങനെ ആകാമായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോ, അടിമകളായിരുന്നപ്പോ അവിടെ വെച്ച് പെട്ടെന്ന് ഞങ്ങളെ നശിപ്പിക്കായിരുന്നു. എങ്കിലും ഞങ്ങള് ആ കഷ്ടപ്പാടുകളൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് അവസരം നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മൂസ അലൈഹിസ്സലാം സങ്കടം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. അതുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്ന. ആ ചോദ്യമാണ്. അഹ്ലക യുഹ്ലികു നശിപ്പിച്ചു, അതുഹ്ലികുന നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ബിമാ ഒന്നുകൊണ്ട്, ബിമാ ഫഅല ചെയ്തതിനാൽ, അസുഫഹ വിഡ്ഢികൾ, മിന്ന ഞങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ, വിവരദോഷികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞങ്ങളെ മുഴുവനായി നശിപ്പിക്കുകയാണോ? എന്നിട്ട് പറയാ, ഇൻ ഹിയ ഇല്ല ഫിത്നതുക്, എനിക്കറിയാം, ഇൻ ഹിയ അത് അല്ല എന്ന്, ഇല്ല ഫിത്നതുക് നിന്റെ പരീക്ഷണമല്ലാതെ ഒന്നുമല്ല എന്ന് ഞാൻ അറിയുന്നു. ഇൻ ഹിയ ഇല്ല ഫിത്നതുക് ഇത് നിന്റെ പരീക്ഷണം മാത്രമാകട്ടെ. ഇന്നും ഇല്ലയും വരുമ്പോ ഇല്ലാതെ ഇല്ല, അല്ലാതെ അല്ല എന്നൊക്കെയാണല്ലോ അർത്ഥം. ഇവിടെ ഇൻ നെഗറ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്ന ശൈലിയാണ്. അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് പറഞ്ഞാൽ
അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നാണ് അതിൻ്റെ ആശയം. ഇതേപോലെ ഇത് നിന്നിൽ നിന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താ ഇതിന്റെ ഉദ്ദേശം? തുളില്ലു ബിഹാ മൻ തശ അവല്ല യുളില്ലു, നീ ദുർമാർഗത്തിലാക്കുന്നു. തുളില്ലു ബിഹാ, ഈ ഫിത്ന മുഖേന നീ ദുർമാർഗത്തിലകപ്പെടുത്തുന്നു. മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ. വതഹ്ദി മൻ തശ, ഹദാ യഹ്ദി, സന്മാർഗത്തിലാക്കി. വതഹ്ദി മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ നീ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അന്ത വലിയുന, നീ ആരാണ്? ഞങ്ങളുടെ രക്ഷാധികാരിയല്ലോ. ഫഗ്ഫിർ ലന, ഫ അതിനാൽ, ഇഗ്ഫിർ നീ പൊറുത്തുതാ പടച്ചോനെ, ലന ഞങ്ങൾക്ക് നീ പൊറുത്തുതാ, വർഹംന ഞങ്ങളോട് നീ കരുണ കാട്ട് പടച്ചവനെ, വ അന്ത നീ തന്നെയല്ലോ ഖൈറുൽ ഗാഫിരീൻ സകലം പൊറുക്കുന്നവരിൽ ഉത്തമൻ. ഖൈർ ഉത്തമൻ, ഗാഫിരീൻ പൊറുക്കുന്നവർ എന്നാണ്. ഇങ്ങനെ മൂസ അലൈഹിസ്സലാം അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. എന്താ സംഭവിച്ചത് ശരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഒരു പ്രത്യേക ഇടത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ 70 പേരുണ്ട്. എന്തിനായിരിക്കും? ഈ ഇസ്രായേൽ സമൂഹത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒരുപാട് ലക്ഷങ്ങളുണ്ട് അവർ എന്നല്ലേ പറയുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 10 ലക്ഷം പേരൊക്കെ ഉണ്ട് എന്ന് കരുതാം. എങ്കില് ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഇവരെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ക്ലസ്റ്ററുകളായിട്ട് വിഭജിക്കുക എന്ന് പറയില്ലേ, പല ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് അതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ നേതാവിന് നിശ്ചയിച്ചു കൊടുക്കാം. അങ്ങനെ ഇനി അബദ്ധം സംഭവിക്കാത്ത വിധത്തിൽ ഇവരെ മുന്നോട്ട് നയിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് 70 പേരെ സെലക്ട് ചെയ്ത് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് മൂസ അലൈഹിസ്സലാം കൊണ്ടുപോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് നാടകീയമായ ഒരു സംഭവമാണ്, ഭയങ്കരമായ ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നു, ബോംബിങ് പോലെ അല്ലേ. അപ്പൊ എന്തായിരിക്കും ഇത് സംഭവിച്ചപ്പോ? അവരൊന്നടങ്കം മരിച്ചു വീണുപോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ഖുർആൻ വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നില്ല. അല്ലെങ്കിൽ അവർ ബോധരഹിതരായി, എന്നിട്ട് വീണ്ടും അവർ എഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന് കരുതാം. ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇസ്രായേല്യര് മൂസ അലൈഹി ഇസ്ലാമിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പടച്ചോനെ ലൈവായിട്ട് കാണണമെന്ന് അല്ലേ, അള്ളാഹുവിനെ ലൈവായിട്ട് കാണണം എന്നവർ പറഞ്ഞില്ലേ. ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, നേരിട്ട് പരസ്യമായിട്ട് പടച്ചോൻ വരട്ടെ, അങ്ങനെ അവൻ ഞങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കില്ല മൂസ എന്ന് പറഞ്ഞു. എന്തുണ്ടായത്? പെട്ടെന്നൊരു ഘോര ശബ്ദം ഉണ്ടായി, അവർ മറിഞ്ഞു വീണു മരിച്ചവരെ പോലെ. എന്നിട്ട് അള്ളാഹു പിന്നെയും അവരെ എഴുന്നേൽപ്പിച്ചു എന്നൊരു സംഭവം സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു സംഭവമായിരിക്കാം. ഏതായാലും ഇങ്ങനെ സംഭവിച്ചു എന്ന് ഇതിൽ മനസ്സിലാക്കാം. എന്തിനായിരിക്കും? മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ശക്തി വിശേഷം ഇവരെ ബോധ്യപ്പെടുത്തലാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. അള്ളാഹിനെ അവർക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ, അല്ലേ? അള്ളാഹുവിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച സമൂഹമാണ് അവര്. ഈജിപ്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവാണ് അവരെ മൂസ അലൈഹി ഇസ്ലാമിലൂടെ വിമോചിപ്പിച്ചത്. ചെങ്കടൽ പിളർന്നതും, മൂസ അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയതും, കക്ഷത്ത് കൈവച്ച് പുറത്തെടുത്തപ്പോൾ വെട്ടിത്തിളങ്ങിയതും, പലതരം പരീക്ഷണങ്ങൾ ആ ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചതും, അങ്ങനെ സഹികെട്ട ആ സമൂഹം അവരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്, അവരെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം വടിയടിച്ചപ്പോൾ ചെങ്കടൽ പിളർന്നത്, മറുകരയെത്തിയപ്പോൾ മന്നയും സെൽവയും മേഘക്കുടയും 12 അരുവികളും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്! ഇതെല്ലാം നൽകിയ പടച്ചോനെ പെട്ടെന്നൊരു നിമിഷം ഒരു പുരോഹിതൻ വന്ന് വഴല് പറയുമ്പോഴേക്ക് അതിൽ പെട്ടുപോയില്ല ഇവര്. അപ്പൊ അതിനാൽ അള്ളാഹുവിൻ്റെ ശക്തി എന്താണെന്ന് ഇവരറിയണം.
അതിനുവേണ്ടി തന്നെയാണ് പടച്ചതമ്പുരാൻ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു. അള്ളാഹുവിൻ്റെ ശക്തി, അവൻ്റെ കഴിവ് എന്താണെന്ന് അറിയട്ടെ, അതിനുവേണ്ടിയായിരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരിൽ പെട്ടവർ ചെയ്ത അബദ്ധത്തിന് ഇവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക എന്നതായിരിക്കാം, നേരിട്ട് അവരെ അനുഭവിപ്പിക്കുക എന്നതായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അതിനെയാണ് മൂസ അലൈഹിസ്സലാം സങ്കടപ്പെട്ടുകൊണ്ട് പടച്ചോന്റെ മുമ്പിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? റബ്ബി ലൗ ശിഅ്ത അഹ്ലക്തഹും മിൻ ഖബ്ലു വ ഇയ്യായ. പടച്ചോനെ, ഞങ്ങളെ ഇല്ലാതാക്കലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിനക്കിത് നേരത്തെ തന്നെ ആകാമായിരുന്നില്ലേ? എന്തിനാണ് ജീവിതത്തിൽ പ്രതീക്ഷ നൽകി ഞങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? അങ്ങനെ 70 പേരെ സെലക്ട് ചെയ്ത് നിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ? അത് മോശമല്ലേ പടച്ചോനെ എന്ന നിലയ്ക്കാണ് മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. അതുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്ന. മാത്രമല്ല, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 70 പേര് ഇവര് നേതൃഗുണമുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ വിശുദ്ധരായ ആൾക്കാരാണ്. ഞങ്ങളുടെ സമൂഹത്തിലെ വിവരം കെട്ട ആൾക്കാർ ചെയ്ത അവിവേകത്തിന് ഞങ്ങളെയാണോ ശിക്ഷിക്കുന്നത്? അത് നീതിയാണോ പടച്ചോനെ? മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്റ്റൈൽ അങ്ങനെയൊക്കെയാണല്ലോ, അല്ലെ? നേരിട്ട് അള്ളാഹുവോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കളയും മൂസ അലൈഹി ഇസ്ലാം. എന്നിട്ട് പറയാണ്, ഇൻ ഹിയ ഇല്ലാ ഫിത്നത്തുക്. എനിക്കറിയാം നീ ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്, ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. തുളില്ലു ബിഹാ മൻ തശാ വതഹ്ദി മൻ തശാ. ആരാണ് ഈ പരീക്ഷണത്തില് ഉറച്ചു നിൽക്കുന്നത്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണ് എന്ന നിലയ്ക്ക് ഹിദായത്ത് ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ ശക്തി അറിയുമ്പോൾ അവനിൽ കൂടുതൽ അവനുമായിട്ട് അടുക്കുന്നത് ആരാണ്, അകന്നു പോകുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയല്ലേ. ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും തോറ്റു പോകില്ല പടച്ചവനെ. അന്ത വലിയുന. എന്നിട്ട് പറയുന്നു, നോക്ക്, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, കൈകാര്യകർത്താവ്. ഫഗ്ഫിർ ലനാ. ഞങ്ങളോട് പൊറുക്ക് പടച്ചവനെ. കണ്ട, പ്രവാചകൻ ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുകയാണ്. ഫഗ്ഫിർ ലനാ വർഹംന. ഞങ്ങളോട് കരുണ കാട്ട്. വഅൻത ഖൈറുൽ ഗാഫിരീൻ. നീയല്ലോ പൊറുക്കുന്നവരിൽ ഏറെ ഉത്തമൻ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത ആരെങ്കിലും പൊറുക്കോ? അതുകൊണ്ടാണോ ആൾക്കാര് മറ്റു പലയിടങ്ങളിലും ചെന്നിട്ട് പലരോടും പല സൃഷ്ടികളോടും പൊറുക്കാൻ പറയുന്നത്, രക്ഷ തേടുന്നതൊക്കെ? അതാണ് ഇവിടെ ഉദ്ദേശം. വേറെ ചിലരുണ്ടോ പുറത്തു കൊടുക്കുന്നവര്? ഇന്ന ആളുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാറില്ലേ? അതാണ് ഉദ്ദേശം? അല്ല. ചിലപ്പോൾ ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ച് കളയല്ലേ. പൊറുക്കുന്നവരിൽ ഉത്തമൻ അള്ളാഹു ആണ്, പക്ഷെ വേറെയും ചിലരുണ്ട്. അതാണോ? അങ്ങനെയല്ല. പിന്നെ എന്താണ്? ഇതൊരു ശൈലിയാണ്. മനുഷ്യർ തമ്മിൽ പൊറുക്കൂലേ, അല്ലെ? നമ്മളോട് ഒരാള് തെറ്റ് ചെയ്താല് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനത് എന്നേ മറന്നു, ഞാനതൊക്കെ വിട്ടിരിക്കുന്നു, ഞാൻ പുറത്തിരിക്കുന്നു, ഇങ്ങനെ നമ്മൾ പരസ്പരം പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ സൃഷ്ടികൾ പരസ്പരം പൊറുക്കാറുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. എന്നാൽ നീ വിട്ടുവീഴ്ച ചെയ്യുക, നീ പൊറുക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഉത്തമം, അല്ലെ? മനുഷ്യൻ പൊറുത്താലും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളില് എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ തോന്നിപ്പോവും, അല്ലെ? അങ്ങനെയാണ് മനുഷ്യൻ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു തിന്മ, നമ്മൾ ചെയ്ത ഒരു തെറ്റ്, അത് മായ്ച്ചു കളയും അള്ളാഹു. കഫറ എന്നൊക്കെ പ്രയോഗിച്ചിട്ടില്ലേ? കഫിർ അന്നാ സയ്യിആത്തിന. അങ്ങനെ മായ്ച്ചു കളയും. അത് വിചാരണക്കെടുക്കാതിരിക്കും. ആ നിലയ്ക്ക് നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കും അള്ളാഹു. അത് അള്ളാഹുവിനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവൻ ഖൈറുൽ ഗാഫിരീനാണ് എന്ന് പറഞ്ഞത്. ഈ ശൈലിയിൽ പല പ്രയോഗങ്ങൾ ഖുർആനിലില്ലേ? അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്.
ഇപ്പൊ മനുഷ്യർ പരസ്പരം വിധിക്കാറുണ്ട്, ജഡ്ജിമാര് വിധിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ വിധി അള്ളാഹുവിൽ നിന്നാണ്, അല്ലേ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറെ ഉത്തമനായ അള്ളാഹു. അപ്പൊ വേറെയുണ്ടോ സൃഷ്ടിക്കുന്ന ആൾക്കാര്? ആരുമില്ല. അതേസമയം മനുഷ്യൻ പലതും നിർമ്മിക്കുന്നുണ്ട്, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? അള്ളാഹു സൃഷ്ടിച്ച മരവും കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യൻ പലതും അസംബിൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഉത്തമൻ അള്ളാഹുവാണ്, അല്ലാതെ മനുഷ്യനും സൃഷ്ടിക്കുന്നുണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നുണ്ട് എന്നല്ല. അപ്പൊ ഒന്നിനെ ഏറ്റവും മികച്ചതായിട്ട് എടുത്തു പറയുമ്പോൾ അള്ളാഹു താല നീതിപൂർവ്വമാണ് അവിടെയൊക്കെ സംസാരിക്കാം. ഞാൻ മാത്രമേ പൊറുക്കുന്നുള്ളൂ എന്നല്ല, നിങ്ങളും ആ നന്മ കൊണ്ടു നടക്കുന്നവരാണ് പരിമിതമായ അർത്ഥത്തിൽ, അല്ലേ എന്നുള്ളൊരാശയമുണ്ട്. അപ്പൊ മൂസാ അലൈഹി ഇസ്ലാം വ അൻത ഖൈറുൽ ഗാഫിരീൻ, പൊറുക്കുന്നവരിൽ ഉത്തമൻ നീയല്ലോ എന്ന് പറയുമ്പോൾ നീ പൊറുത്താലേ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള പരമമായ ഒരു ആശയം അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് കാണാം. ഇനി 156 ആയത്താണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരുന്നതാണ്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക് قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന തുടരുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ മറുപടിയും ഈ ആയത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറ. മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥന തുടരാൻ. കതബ യക്തുബു, എഴുതി രേഖപ്പെടുത്തി എന്നാണ്. വക്തുബ്, മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, നീ രേഖപ്പെടുത്തണമേ, ലനാ ഞങ്ങൾക്ക്. കതബ എന്നതിന് എഴുതി രേഖപ്പെടുത്തി വിധിച്ചു എന്നൊക്കെ ആശയമാകാം. വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ, ഈ ഭൗതിക ലോകത്ത്, ഹസന നന്മ രേഖപ്പെടുത്തണമേ, വഫിൽ ആഖിറ പരലോകത്തോ, പരലോകത്തും, വഫിൽ ആഖിറ പരലോകത്തും. എന്നിട്ട് പറയാണ് ഇന്നാ ഹുദ്ന ഇലൈക്, ഇന്ന നിശ്ചയം ഞങ്ങൾ, ഹുദ്ന ഹാദ യഹൂദു മടങ്ങി എന്നുള്ള ആശയത്തിലാണ് ഇവിടെ വാക്ക് ഉപയോഗിച്ചത്. ഹുദ്ന ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഇലൈക്ക നിന്നിലേക്ക് ഞങ്ങൾ ഇതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നുകൂടി അവിടെ ചേർത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ചിരിക്കുന്നു, ഇന്നാ ഹുദ്ന ഇലൈക്. ഇങ്ങനെ മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥന തുടരുകയാണ്. അപ്പൊ എന്താ ഉദ്ദേശം? സംഭവിച്ചത് സംഭവിച്ചു, നീ ഞങ്ങളോട് പൊറുക്കണം, ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹസനത്ത് നൽകണം പടച്ചവനെ. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന. അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോ വേറിട്ട ഒരു സമൂഹമാണ്, ആദർശ സമൂഹമായി മാറുകയാണ്. അതിനാൽ ഇനി അങ്ങോട്ട് ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ ചൊരിയണം. വഫിൽ ആഖിറ പരലോകത്ത്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലെ? അൽ ബഖറയില് ഹജ്ജിനോടനുബന്ധമായിട്ടാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു അത്? റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ.
സമഗ്രവും സമ്പൂർണവുമായ പ്രാർത്ഥനയാണത്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനയാണത്. അതേ ഉള്ളടക്കമാണ് ഇവിടെയും. വക്തുബ് ലനാ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന ഫി ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. ഇവിടെ വഫിൽ ആഖിറ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നീ നന്മ ചൊരിയണം. ആദ്യം പറഞ്ഞത് ഇഹമാണ്, ഇഹലോകമാണ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിന്റെ നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് മുമ്പിൽ ആദ്യം വരുന്നത്. പരമലക്ഷ്യം പരലോകാണ്. എന്നാലും ദുനിയാവിനെ മാറ്റിവെക്കാനും മറക്കാനും സാധ്യമല്ലല്ലോ. നീ തന്നെ ഏൽപ്പിച്ച ഒരുപാട് ബാധ്യതകളുണ്ട് റബ്ബേ, അതെല്ലാം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ ചൊരിയണമേ. വഫിൽ ആഖിറ, പരലോകത്തും. ഇസ്ലാമിൻ്റെ ഒരു ബാലൻസിങ് കാഴ്ചപ്പാടാണത്, അല്ലെ? സന്തുലിതമായ ഒരു നിലപാട്. ദുനിയാവാണെങ്കിൽ ദുനിയാവ് മാത്രം. ഭൗതികന്മാരങ്ങനെയാണ്, അവര് ദുനിയാവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, പരലോകത്തെ മറന്നു കളയുന്നു. വേറൊരു കൂട്ടര് സൂഫികളായി സന്യാസികളായിട്ടൊക്കെ മാറുന്നവര് മരണാനന്തരം മാത്രം കണ്ട് ഈ ലോകത്തെ അവഗണിച്ച് കളയുന്നു. അങ്ങനെ ഒരു ജീവിതമുണ്ട്. ആത്മപീഡനത്തിന്റെ വഴി സ്വീകരിക്കാം. ഇസ്ലാം രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്, അല്ലെ? അതിനാണ് സൗന്ദര്യം. ആ ജീവിതം നടപ്പിലാക്കാനാണ് പ്രയാസവും. തനി ഭൗതികനാകുമ്പോൾ അയാൾക്ക് ഹലാൽ ഹറാം ഒന്നുമില്ല, തോന്നും പോലെ ജീവിക്കുക, ഒന്നും ഒരു പ്രശ്നമില്ല. സന്യാസി ആയാലോ അയാൾക്ക് കുടുംബവും പ്രാരാബ്ദവും ഒന്നുമില്ല. അയാൾ മല കയറിപ്പോയി എവിടെയോ തപസ്സിരിക്കുന്നു, അല്ലെ? അത് വേറൊരു സ്റ്റൈലാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് എങ്ങനെ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം? ഗുരുതരമായ പരീക്ഷണമാണ്. ഒരേ സമയം സന്യാസിയാണ്, അതേ സമയത്ത് ഭൗതിക ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ആളുമാണ്. നമ്മൾ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവും, സുബ്ഹ് നിസ്കരിച്ചു, അല്ലെ? സന്യാസത്തിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. പെട്ടെന്ന് ഉറക്കം കട്ട് ചെയ്തു, വേണമെങ്കിൽ ഉറങ്ങിക്കിടക്കാം. ആ ഉറക്കം വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവനുമായിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? നിരന്തരമായിട്ട് സംഭാഷണം നടത്തി. അങ്ങനെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടി. ഇനിയിപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ചയിൽ ഒരുപാട് പരിപാടി ഉണ്ടാവും, അല്ലെ? പല പദ്ധതികൾ നമുക്ക് നടപ്പാക്കാനുണ്ടാവും. നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പോവാണ് ഇനി. വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ പല വ്യവഹാരങ്ങളിൽ ഏർപ്പെടും. അതിനിടയിൽ പെട്ടെന്ന് അടുത്ത ബാങ്ക്, ളുഹർ ബാങ്ക്. അപ്പൊ പിന്നെ ഓടിക്കൂടി നിസ്കാരത്തിലേക്ക്. ഭയങ്കര രസമുള്ളൊരു ലൈഫ് സ്റ്റൈലാണിത്, അല്ലെ? അതിനെ ത്രില്ല് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. എന്തെങ്കിലും തിന്മകളിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവന്ന് നന്മയിൽ തന്നെ കൊണ്ടുവന്നിരുത്തി, അല്ലെ? ഇങ്ങനെ രണ്ടും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന അതിസുന്ദരമായ ജീവിത വീക്ഷണമാണ്. ഇത് അനുഭവിച്ചവർക്ക് അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഓരോന്നും എടുത്തു പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് ഒരു തലപ്പാവ് ധരിക്കുന്നത്, എന്തിനാണ് മഫ്തയിടുന്നത്, ഹിജാബ് ധരിക്കുന്നത്, ശരീരം മറക്കുന്നത്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലതും പറയാനുണ്ടവർക്ക്, അല്ലെ? സന്യാസത്തിന്റെ, കേവല സന്യാസത്തിന്റെ ബുദ്ധിശൂന്യതയാണ് നമ്മൾ അതിലൊക്കെ കാണുന്നത്, അല്ലെ? അവർക്ക് സന്യാസം എന്നത് അവരുടേതായ ചില വസ്ത്രധാരണ രീതികളാണ്. അതേ സമയത്ത് അത് മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കാത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ആ സന്യാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെയൊക്കെ മനുഷ്യൻ ജീവിതത്തെ ആത്മീയം വേറെ ഭൗതികം വേറെ എന്ന് വെട്ടിമാറ്റാണ്. അവിടെയാണ് ഇസ്ലാം രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ ഇന്ന ഹുദ്ന ഇലൈക്, ഇതാ പടച്ചവനെ ഞങ്ങൾ നിന്നിലേക്ക് ഇതാ മടങ്ങുകയാണ്, ഓടി അടുക്കാണ്, തിരിച്ചു വരികയാണ്. പറ്റിപ്പോയിട്ടുണ്ട്, ശരിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില അവിവേകികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഒന്നിച്ച് നിന്നിലേക്ക് തിരിച്ചു വരികയാണ്. ഇങ്ങനെയൊക്കെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ച് പശ്ചാത്തപിച്ച്
ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നന്മക്കായി തേടിയപ്പോ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഖാല, അവൻ പറയാണ്, അദാബി ഉസീബു ബിഹി മൻ അശാ. മൂസ, നീ ആ പറഞ്ഞതുപോലെ അല്ല കാര്യം. ഞാൻ ശിക്ഷിക്കുന്നൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അദാബി, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് ഉസീബു, അസാബ യുസീബു, അത് ബാധിക്കുന്നു, അത് പരിക്കേൽപ്പിക്കുന്നു. ബിഹി, അത് മുഖേന ഞാൻ അനുഭവിപ്പിക്കുന്നു. മൻ അഷാ, ഞാൻ ഇച്ഛിക്കുന്നവരെ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ പ്രത്യേകമായിട്ട് മാത്രമേ ഞാനത് അനുഭവിപ്പിക്കുകയുള്ളൂ. എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്, ശിക്ഷ അങ്ങനെ വരുള്ളൂ. അതേസമയത്ത് ഫിത്ന, പരീക്ഷണം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ എല്ലാവരെയും ബാധിച്ചെന്നിരിക്കും. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹു എല്ലാവരെയും ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അവൻ നീതിമാനാണോ? അല്ലല്ലോ. അതേസമയം അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടല്ലോ, ഒരു നാട്ടിലെ കുറെ അക്രമികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം എല്ലാവരെയും ബാധിച്ചേക്കും, അല്ലേ? നാട്ടിൽ കുറെ കൊള്ളക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും അങ്ങനെയാണല്ലോ. അഴിമതിയും അക്രമവും ഇങ്ങനെ തുടങ്ങി പലതും നാട്ടിൽ നടക്കുന്നു. എല്ലാവരും അതിന് വിധേയരാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തെരുവ് നായ്ക്കളുടെ കാലമാണ്, അല്ലേ? ശരിക്കും ഭരണകൂടം കൃത്യമായൊരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയമാണത്. എല്ലാവരും ബേജാറിലായി. ഇങ്ങനെയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ എല്ലാവരെയും ബാധിച്ചേക്കും. പക്ഷേ ശിക്ഷ അങ്ങനെയല്ല. അദാബി ഉസീബു ബിഹി മൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ മാത്രമേ ഞാൻ എൻ്റെ ശിക്ഷ അനുഭവിപ്പിക്കും. വറഹ്മതി, എൻ്റെ കാരുണ്യമോ വസിഅത് കുല്ല ഷൈ, വസിഅ, വിശാലമായിരിക്കുന്നു, ചൂഴ്ന്നു നിൽക്കുന്നു, കുല്ല ഷൈഇൻ, സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് എൻ്റെ കാരുണ്യം. വല്ലാത്ത പ്രയോഗമാണ്, അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു റഹ്മാനായത്. റഹ്മാൻ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചൊരിയുന്നവൻ എന്നല്ലേ? അതാണ് റഹ്മത്തി വസിഅത് കുല്ല ഷൈ. റഹ്മാൻ എന്ന പ്രയോഗത്തിന്റെ വ്യാഖ്യാനമാണ് ശരിക്കും ഇത്. അതേസമയം റഹീമോ, അത് അവനിൽ വിശ്വസിച്ച പ്രത്യേക സമൂഹത്തിന് അവൻ മാറ്റിവെച്ച കാരുണ്യത്തിന്റെ നിധി കുംഭമാണ് റഹീം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നതാണ് എൻ്റെ കാരുണ്യം. നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്, അല്ലേ? മലമുകളില് ഏതോ പാറക്കെട്ടിന്റെ ഉള്ളിലുള്ള ഒരു പുഴുവിന് പോലും, സമുദ്രങ്ങളുടെ ആഴങ്ങളിലുള്ള ഒരു കുഞ്ഞു പരൽ മത്സ്യത്തിന് പോലും, വായുവിൽ പാറി നടക്കുന്ന പക്ഷികൾക്കും എല്ലാത്തിനും അവൻ കരുണ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാണ്. എന്നിട്ട് ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, എന്നാൽ ഇത് ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക? അതാണ് പിന്നെ പറയുന്നത്. ഫസഅക്തുബുഹ, എൻ്റെ ഈ കാരുണ്യം അതിന് അർഹരാകുന്നവർ ആരൊക്കെയാണ് എന്ന് എണ്ണി പറയാൻ പോവാണ്. അവർക്ക് 3 ലക്ഷണങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തേത് ലില്ലദീന യത്തഖൂൻ, തഖ്വ പാലിക്കുന്നവരാണ് അവർ. ജീവിത വിശുദ്ധിയുള്ള, ദൈവഭയമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും അത് വന്നെത്തുക എന്ന് ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ് ലില്ലദീന യത്തഖൂൻ. വയുഅ്തൂന സക്ക, രണ്ടാമത് എന്താണ്? അവര് സക്കാത്ത് നൽകുന്നവരും ആയിരിക്കും എന്നതാണ്. സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. അവർക്കുമേലാണ് നാം നമ്മുടെ കാരുണ്യത്തെ രേഖപ്പെടുത്തുക. അപ്പൊ സക്കാത്ത് നേരത്തെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. ഇസ്മായിൽ അലൈഹിസ്സലാം
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്ക, സ്വലാത്ത് കൊണ്ടും സക്കാത്ത് കൊണ്ടും കുടുംബത്തോട്, സമൂഹത്തോട് കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്വലാത്തിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ടല്ലോ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയൊക്കെ കാണാം അല്ലേ. അതിനാൽ നേരത്തെ തന്നെ ഉണ്ട്. മനുഷ്യന് ഭൗതിക നിലനിൽപ്പിന് ആവശ്യമായ സംവിധാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇഹലോകത്തെ നന്മ ഉണ്ടല്ലോ, ഹാദിഹി ദുനിയ ഹസന എന്ന് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചില്ലേ, ഈ ലോകത്ത് നന്മ നൽകണമേ. ആ നന്മ വെറുതെ കിട്ടൂല, മനുഷ്യൻ തന്നെ അത് ആവിഷ്കരിച്ച് നടപ്പാക്കണം. അതിനു വേണ്ടിയാണ് സക്കാത്ത് സിസ്റ്റം, അതിനുവേണ്ടിയാണ് സക്കാത്ത് സംവിധാനിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് സമൂഹത്തിലെ അവകാശികൾക്ക് നൽകാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മിലൂടെ തന്നെ പ്രത്യക്ഷപ്പെടും. എത്ര കൃത്യമാണല്ലേ ആ കാഴ്ചപ്പാട്. അതാണ് അള്ളാഹു ഇവിടെ ചേർത്ത് പറഞ്ഞ ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ളവർക്കാണ് എൻ്റെ കാരുണ്യം കിട്ടുക. അതോടൊപ്പം വയുത്തൂന സക്ക, സക്കാത്ത് നൽകുന്നവർക്കും. ഇസ്ലാമിൽ എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? ഹിജ്റ 2-ാം വർഷത്തിലാണ് അല്ലെ. സൂറത്തുൽ ആറാഫ് ഏത് കാലഘട്ടത്തിലാണ്? മക്കി കാലഘട്ടത്തിലാണ്. അപ്പോൾ സക്കാത്തിലേക്കുള്ള പ്രേരണകൾ മക്കി കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. വല്ലദീനഹും ബി ആയാതിനാ യുഅ്മിനൂൻ, എന്നിട്ട് പറയാണ് വല്ലദീനഹും, അവരുണ്ടല്ലോ എൻ്റെ കാരുണ്യത്തിന് അർഹരാകുന്നവർ ആരാണ്? അവരുടെ മൂന്നാമത്തെ ഗുണം ബി ആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ സൂക്തങ്ങളിൽ, നമ്മുടെ തെളിവുകളിൽ, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകളിൽ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നവരാണവര് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് അർഹരാകുന്നത് ആരാണ്? അള്ളാഹുവോടുള്ള കരാറ് പാലിക്കുന്ന, അതുപോലെ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകളെ ഉൾക്കൊള്ളുന്ന, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന, വേദഗ്രന്ഥങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് ലഭിക്കുക എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ 2 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ ഒരു ആദർശ സമൂഹമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന ആയത്തുകളാണ്. അതോടൊപ്പം അവരിൽ 70 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അവർ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു ആദർശ സമൂഹമായിട്ട് അവർ രൂപപ്പെടാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ചില തെളിവുകൾ ഇതിലുണ്ട്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അവര് 70 പേരായിരിക്കെ ഘോരശബ്ദം ബാധിച്ച സംഭവം ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ശക്തി പ്രകടനമാണ്. അതോടൊപ്പം ഒരു സമൂഹത്തിൽ തിന്മ വ്യാപിക്കുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നുള്ള സൂചന അത് നൽകുന്നു. എന്നാൽ അള്ളാഹു നീതിമാനാണ് എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ കുറെ ആശയങ്ങൾ ഈ ആയത്തുകൾ പങ്കുവെക്കുന്നുണ്ട്. അടുത്ത ആയത്ത് വളരെ ശ്രദ്ധേയമായൊരായത്താണ്. 157 ഒരു 14 പോയിന്റുകൾ അള്ളാഹു അവതരിപ്പിക്കുന്ന ഒരായത്താണ്. അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി തഫ്സീർ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ ഒന്ന് ഗ്രഹിച്ചു വന്നാൽ ക്ലാസ്സിൽ കുറെ കൂടി നമുക്ക് സജീവമായിട്ട് ഇടപെടാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആയത്താണ്. നമ്മൾ കഴിയുമെങ്കിൽ കാണാതെ പഠിക്കേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. ഇഹത്തിനും പരത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. ഞങ്ങളോട് കരുണ കാട്ടണേ റബ്ബെ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, കടബാധ്യതകൾ കൊണ്ട്, മാനസിക പ്രയാസങ്ങൾ കൊണ്ട്, കുടുംബപരമായ അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഗസയിലെ സഹോദരങ്ങളോട് കരുണ കാട്ടണേ റബ്ബെ. ഇങ്ങനെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന ഒരുപാട് സമൂഹങ്ങൾ, മനുഷ്യരുണ്ട് റബ്ബെ. അവർക്കെല്ലാം
നീതി ലഭിക്കുന്ന, കരുണ ലഭിക്കുന്ന ഒരു നാൾ നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.